ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രയറിനകത്ത് വെക്കണം. ഇതിന് മുന്നേ ചട്ടിക്കത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ വെക്കണം. അപ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ നന്നാവാം, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യുന്നത് കിഴങ്ങെടുത്തിട്ടൊന്ന് കഴുകും. അതിൻ്റെ തൊലി എന്തായാലും പീൽ ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പം അങ്ങനെ പുറം ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ശീലമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കഴുകിയതിന് ശേഷം പീൽ ചെയ്തെടുത്തിട്ട് ഈ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോ രണ്ടായിട്ട് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഷേപ്പിന് കട്ട് ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ഇതുപോലെ ഫ്രൈസ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തവെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒരു 30 മിനിറ്റ് 1 മണിക്കൂറോളം വെക്കണം. എന്നാലും ആ ക്രിസ്മസ് കിട്ടും. പക്ഷെ എനിക്ക് അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ 30 മിനിറ്റ് തണുത്തവെള്ളത്തിൽ വെക്കല്ല. ഞാനിത് തണുത്തവെള്ളത്തിലിട്ടൊന്ന് കഴുകാം. എന്നിട്ട് ഞാൻ ഫ്രയറിലേക്ക് വെക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു 30 മിനിറ്റോളം തണുത്തവെള്ളത്തിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തണുത്തവെള്ളത്തിലിട്ടൊന്ന് കഴുകും. 2 തവണ കഴുകും. മറ്റേ തണുത്തവെള്ളത്തിനകത്ത് ഒരു 30 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വെക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനൊരു 2 തവണ ഇത് തണുത്തവെള്ളത്തിലിട്ട് കഴുകാൻ പോകണം. ഓക്കെ, കമ്മാണ്. ഇതിനകത്തൊക്കെ ഇതൊന്ന് വിതറിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ഈർപ്പം കളയാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിത് ഈ ടവലിനകത്തേക്ക് ഇടുകയാണ്. ടിഷ്യൂ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് സോ ഞാൻ ഇനി ഇത് ഇതിനകത്തേക്ക് ആക്കുക. ഇനി എന്നിട്ട് നമുക്ക് കോൺ സ്റ്റാർച്ചും ഉപ്പും ഇടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺ സ്റ്റാർച്ചും സോൾട്ടും ഇടണം. ഞാനിപ്പോൾ പാത്രം മാറ്റിയിട്ടുണ്ട്. കുറച്ച് വീതിയുള്ള പാത്രമാണ്. സ്റ്റാർച്ച് ഇടുമ്പോൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കോൺ സ്റ്റാർച്ച്. കോൺ സ്റ്റാർച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ എല്ലായിടത്തേക്കും വയ്ക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ എയർ ഫ്രയറിനകത്തോട്ട് ഈ സാധനം വെക്കണം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 15 വെച്ചാൽ ഞാൻ വെക്കണുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് ഞാൻ വരാം. ഇത് കഴിക്കണ്ട, 15 വെച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് എയർ ഫ്രയറിനകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത സെറ്റ് വെക്കാം. നമുക്കിത് ഞാനിപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ട് പോസ് ചെയ്തിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്ത് ഇളക്കി കൊടുക്കും. ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ബാക്കി 7 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 7 മിനിറ്റ്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി ഉപ്പ് മതി. എനിക്ക് ഊഹമില്ല. എന്തായാലും ഇച്ചിരി ഉപ്പിട്ടിട്ട് സോ ഗൈസ്, ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഓക്കെ ആണ് കേട്ടോ. ആദ്യം ഞാനൊരു 15 മിനിറ്റ് ഇട്ട്, പിന്നെ അതിനൊരു 15 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് കൂടെ കൂട്ടിയത് 20 മിനിറ്റ് ഞാൻ ഇട്ടു. എന്നിട്ടാണ് ഈ ഒരു കളർ പോലെ കിട്ടിയത് കേട്ടോ. അപ്പം ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രയറിൽ. സെറ്റാണ്. അത്യാവശ്യം നമ്മൾ മറ്റേ പോലെ വറുക്കുന്ന പോലെ അത്ര എണ്ണയൊന്നും എടുക്കത്തില്ല. വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ചിരിച്ചു പറഞ്ഞാൽ മതി. അല്ല, സംസാരിക്കുമ്പോൾ ചിരി പോകുക. നിക്ക് കൈവിട്ട് താഴെ. ഓക്കെ, ചിരിച്ച്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടി പറഞ്ഞോ. ഓക്കെ, വീഡിയോയില് ഞാൻ ഒരു എയർ ഫ്രയർ ഈ കൈ മാറ്റോ? ഒരു മിനിറ്റ് ഞാൻ തള്ളിക്കോട്ടെ. അല്ല, ഇത് പിന്നെ മാറ്റം ചാവണ്ട. എനിക്ക് ആ ഉടുപ്പ് നമ്മള് കളയും. അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കണ്ട. നീ ഇല്ലാതെ ഞാൻ തന്നെ എടുക്കണോ വായുവിനെ? ഇതുവരെ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഈ
എന്താ ഇല്ലെങ്കിൽ ഞാൻ ഇട്ട് പറയും. ഇതിടുന്നത് മറ്റേ എന്നാത്തിനായിരുന്നു നീ എടുക്കുമ്പോഴേ എന്നെ ഉണ്ടാക്കി എടുക്കണ്ട. എനിക്കത് ഇഷ്ടം. ഓക്കെ